അണ്ണന്റെ ശബ്ദം തന്നെ തിരിച്ചു കേൾക്കണ് ഡിസ്കോഡില്. പിന്നെ ഞാൻ ലൈവ് ഇടുമ്പോ എങ്ങനെയാണ് എന്റെ അച്ഛന്റെ ശബ്ദം കേൾക്കൂലല്ലോ നിനക്ക്? ഞാനല്ല അണ്ണ അങ്ങനെയല്ല, മീൻസ് ഡിസ്കോഡില് സ്ക്രീൻ ഷെയർ ഇല്ലേ, അതിൽ അണ്ണന്റെ ശബ്ദം കേൾക്കണ്. ഡിസ്കോഡിൽ ഞാൻ എന്താ ഷെയർ ചെയ്യുന്നേ? സ്ക്രീൻ, എന്റെ സ്ക്രീനിലല്ലേ ഞാൻ സംസാരിക്കുന്നേ. അപ്പൊ അത് അതിനകത്തൂടെ കേക്കത്തില്ലേ? നിന്നെയൊക്കെ ടിവിയിൽ എടുത്തു കഴിയുമ്പോ നിന്റെയൊക്കെ ബ്രെയിൻ ചന്തിയിൽ ഇറങ്ങി പോവോ? എല്ലാവരും ഇങ്ങനെ, എനിക്ക് ഒരു പ്രതീക്ഷ ഇനിയാ ഇറ്റാച്ചിയാ. അവൻ ഞാൻ നോക്കിയപ്പോ ഞാൻ ഇരിക്കണത് ബോബിന്റെയും കണ്ണാപ്പിയുടെ ഒക്കെ കൂടി ഇരിക്കണ്. അവനും കൂടെ ഇല്ലാണ്ടായി പോവെന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ എനിക്ക്. സത്യം പറയാലോ. എടാ ഡിസ്കോഡ് ഒന്ന് ക്ലോസ് ചെയ്യടാ. പടവിടെ പോസ്റ്റ് വരുന്നു. ഡിസ്കോഡ് ഒന്ന് ക്ലോസ് ചെയ്തടാ. എടാ നിന്നോടല്ല ഞാൻ മോഡറേറ്റർ, നിനക്ക് ക്ലോസ് ചെയ്യാൻ. നീ ഇതെടുത്ത് നിനക്ക് ടി വി റോൾ പോലും ഇല്ല അതിനകത്ത്. നിനക്ക് പോയില്ല. അണ്ണാ ഇവിടെ ഇത് കാരണം ഇവിടെ കമന്റ് ഇടുന്നേടാ. വൈറ്റി ട്രോൾസ് ഒന്ന് ക്ലോസ് ചെയ്തടാ. ഇത് അഹമ്മദ് ടൈപ്പ് ചെയ്യണ്. എടാ അഹമ്മദ് ശകുനി ഇല്ലേ? ഓ ശകുനി വന്നില്ല. ശകുനി വന്നിട്ടില്ല ഇതുവരെ. വൈറ്റി ട്രോൾസ് നീ ക്ലോസ് ചെയ്തോ? ഇല്ലല്ലോ, ഇപ്പോഴും ക്ലോസ് ആയോ? ഓക്കെ അണ്ണാ ഇന്ന് കുളിച്ചോ? ഇല്ലടാ, പൗഡർ ഇട്ടിട്ട് വരാം. കുളിച്ചില്ല, കണ്ടുപിടിച്ചല്ലേ? ഓ എനിക്ക് മനസ്സിലായി നിനക്കൊക്കെ എങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന്. ഇനി പുതിയതായിട്ട് വരുന്നവരെന്തായാലും അറിയണ്ട, ബുദ്ധിയില്ലാത്തവന്മാര്. വാ സ്റ്റാർട്ട് ചെയ്യാം. ക്ലോസ് ലാസ്റ്റ് കെവിൻ ക്ലോസറ്റ്, ഡിസ്കോഡ് ക്ലോസറ്റ്, എഡിറ്റഡ് ക്ലോസ്ഡ്. നല്ല വിദ്യാഭ്യാസമുള്ള പയ്യനാണ് കേട്ടാ. നല്ല വിദ്യാഭ്യാസമുള്ള പയ്യനാണ്. പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു, അവിടെ കിടക്കുവായിരുന്നു. അണ്ണാ എങ്ങനെയുണ്ട്? എനിക്ക് കേക്കുന്നില്ല. എനിക്ക് ഇവിടെ മാറി കിടക്കുവോ? വെയിറ്റ്. എടാ കിങ് ലോക്കി, നീ സ്ഥിരം സൂപ്പർ ചാറ്റ് ചെയ്യുന്നവനാ. നീ എന്നിട്ട് ഞാൻ ഈഗിളുടെ ഡിസ്കോഡിൽ കൊണ്ടിട്ട് ഫേമസ് ആക്കി തരാന്ന് പറഞ്ഞ് കൊട്ടേഷൻ ആയിട്ട് വന്നതാണല്ലേ നീ? പൈസ മേടിച്ചാണോ? ഈ കമ്മീഷനിലാണ് നീ സൂപ്പർ ചാറ്റ് ചെയ്യണം അല്ലേ? നൈസ്, കൊള്ളാം. ഇതുപോലത്തെ പമ്പരപ്പറയന്മാരെ കൊണ്ട് എന്ത് ചെയ്യാനാണ് ഈ ഗെയിമിനകത്ത്? ഓരോ ദിവസവും ഇങ്ങനത്തെ ഓരോ പമ്പരപ്പറയൻ, പറന്നടി വീരൻ, മറ്റേ മലത്തിയടി ചന്ദ്രൻ, ഇതൊക്കെയാണ് ഓരോരുത്തന്മാരൊക്കെയാണ് വരുന്നത്. ഇതിപ്പോ ഞാനിപ്പോ ഗ്ലോബലിൽ ആക്രോസ് ഉണ്ട്. ഞാൻ ഗ്ലോബൽ കളിക്കണേ. ഞാനിപ്പോ ഗ്ലോബലൊക്കെ ഗ്രൈൻഡ് ചെയ്തോണ്ടിരിക്കണേ. ഗ്ലോബൽ ഗ്രൈൻഡ് ചെയ്യുമ്പോഴും ഇതിനകത്ത് ഓരോരുത്തന്മാരിങ്ങനെ വരും, ഓരോ സാമാനം ഇട്ടുകൊണ്ട്. ഭയങ്കര പ്രശ്നമാണ് ഇവന്മാർക്ക്. ഒരു ഗെയിം ഇങ്ങനെ കളിക്കുമ്പോൾ ഇവന്മാർക്ക് എന്ത് സുഖമാണ് കിട്ടണമെന്ന് ഞാൻ ആലോചിക്കണേ. ഇങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കില്ല് വെച്ചിട്ട് ഒരാളെ കൊല്ലുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷമൊക്കെ വരും. ഇതെന്തൊരു വേണ്ട. ലിജോ ചേട്ടൻ്റെ വണ്ടി Powerful people make places powerful. ഇതേതായിരുന്നു വണ്ടി? സിഡിയാണോ ഇത് സിഡിയാണോ അതോ മിസ്തുബിഷി ആണല്ലേ? ലാൻസർ അല്ല ഗൈസ്, ഇത് സിഡിയത്. ലാൻസർ അല്ല എന്തായാലും. ഇത് ലിജോ ചേട്ടൻ തന്നെ ഇട്ടേക്കണേ. ലിജോ ചേട്ടാ
ഇവിടെ ഉണ്ടാവല്ലേ ചേട്ടാ, വെൽക്കം ടു സ്ട്രീമിലെ ചേട്ടാ. നമ്മുടെ BMW എല്ലാം നോക്കണത് ഇപ്പൊ ചേട്ടനാണ്. നമ്മള് കണ്ടതാ. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം. ശിശുദിനം. ഇവിടെ 10ാം ക്ലാസ്സിലൊന്നും പഠിച്ചവന്മാരോട്ട് എനിക്ക് യാതൊരു കോണ്ടാക്ട് പോലും ഇല്ല ഇപ്പൊ എനിക്ക്. മോശമാണ്. 10ാം ക്ലാസ് ഞാൻ പറഞ്ഞിട്ട് എവിടെ പഠിച്ചത്? സത്യം പറയാലോ, +2 പഠിച്ചവന്മാരോ +2 പഠിച്ചവരായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ട്. 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാളുമായിട്ടും വലിയ കോണ്ടാക്റ്റും അങ്ങനെയൊന്നും ഇല്ല. ചിലപ്പോ വല്ലപ്പോഴും വല്ല ഹായ് ബായ് വല്ലതും പറഞ്ഞാലായി. അത് മറ്റേ ഇത് സ്കിപ്പ് റീൽസ് എന്ന് പറയുമ്പോൾ ബ്രോ 2 വീഡിയോ കാണേണ്ടി വരും. അല്ലാതെ ഇപ്പം ഞാൻ എൻ്റെ ഇതൊന്നും ഇവിടെ കൊണ്ടിടലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാം റിയാക്ട് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല വീഡിയോസ് ഞാൻ മറ്റേ ക്ലീഷേ റീൽസ് ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ ഇവിടെ ചെയ്യും. ഗിരീഷ് പുത്തഞ്ചേരി. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു. എന്തിനാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും വേണ്ട. എന്റെ അമ്മോ. ഗിരീഷ് പുത്തഞ്ചേരി. അത് വേണ്ടി വരും. पकड़ के खींचे पीछे मुझको मिलते जब भी मौके इनके बदलते नकाब मुझे बदलने नसीब കേട്ടതെല്ലാം സത്യമാണ് കേൾക്കുന്നതോ സത്യമാണ് കേരളം മുനി കേരളം എന്ന ഭാഷയോടെ നിൽക്കുവാൻ. എടാ ഇപ്പൊ ആരാ പാട്ട് പാടിയേ? ഹലോ തന്തവേ. എടാ എന്താ ചെയിൻ ടുഗദർ. എടാ ഒരു അച്ചിലൂക്കി സിനിമയ്ക്ക് പോയേക്കുവാ. ആ അച്ചിലൂക്കി ഇവിടെ വന്നതാ ഇപ്പൊ കേറും. ആ അച്ചിലൂക്കി കണ്ണാപ്പി സിനിമയ്ക്ക് പോയേക്കണം, ഇപ്പൊ വരും. പഞ്ചായത്ത് ഇല്ലാത്ത അണ്ണാ ഈ ഡ്രസ്സിൽ കാണുമ്പോൾ ചെറിയ ശരീരം വലിയ തലയും പോലെ തോന്നുന്നു. ഓവർ സൈസ് ഷർട്ട് ഇട്ട് കഴിഞ്ഞാ പിന്നെ ഉള്ളതിൽ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ഉള്ളു തുറന്ന് ചിരിക്കാൻ സാധിക്കും. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ ആരും ഉപയോഗിക്കാതിരിക്കാം. കറക്റ്റ് സൗത്ത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എടാ ഇവന്മാരൊക്കെ ഇവന്മാരൊക്കെ മണ്ടന്മാരാണോ ശരിക്കും? നമ്മളിത് പ്രതീക്ഷിച്ചല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവൻ വരുമെന്ന്? ഒരു വീഡിയോ അവിടെ വെങ്കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് തംബ്നെയിലില് ക്ലൈമാക്സ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഇവനെയൊക്കെ ശരിക്കും സിനിമ എടുക്കാൻ കൊടുക്കണം. ക്ലൈമാക്സ് സീൻ ആദ്യം പ്ലേ ചെയ്യും. അതും തന്നെ അവന്റെ വാട്ടർ പാർക്ക് കണ്ടാൽ തന്നെ അറിയാം അവരാതോണെന്ന്. അടിച്ച് അവരൊക്കെ തിരിക്കണം. ഐഡി ഇവന്റെ ഐഡി ശിവദിനം അങ്ങനല്ലേ? അല്ല ബെഞ്ചമിൻ പി ജോബി. അവൻ ചോദിച്ച ഐഡിയ മറ്റേതാണ്. നിനക്ക് നീ ഈ ഐഡിയ കൊണ്ട് പോകും. നീ പോയി ശുഭദിനം കേട്ടോണ്ടിരി. Quer para cá do meu ping? E brigando amarelo. Nossa, dá pra fazer lá! Cara, eu vou tentar, velho. Bem, quando eu falar já, vocês grudam. Quando eu falar já. Quem tem 2 drogas pro rei? Gruda, Hiro. Show, pode. ഒരു സ്കോഡങ്ങ് തീരും. സ്കോഡ് വൈപ്പായി അവിടെ. സ്കോഡ് വൈപ്പായി. അതില്ല എനിക്ക് നഷ്ടമായ 2 കോടിക്ക് വേണ്ടി 4 കോടി മുടക്കാനും ഞാൻ റെഡിയാണെന്ന്. പുള്ളി കൂട്ടത്തിലുള്ള 4 പേരെ കൊന്നാണ്. കൂട്ടത്തിലുള്ള 3 പേരും ചത്ത്, ഇവരും ചത്ത്. എടാ ഞാൻ വീടിന് വെളിയിൽ പൊട്ടിയവൻ എങ്ങനെ വീടിനകത്തുള്ളവരെങ്ങനെ നോക്കായി? ഡാമേജ് പറഞ്ഞല്ലേ? ശരി. അകത്തുള്ളവരും ചാവും.
വിഷയം കംപ്ലീറ്റഡ് ദിസ് ഗെയിം വിത്ത് ദിസ് ലാഗ്. ഒരു ശരിയായ ആളെയാണ് സ്പോയിലർ ആണോ? സ്പോയിലർ ആണോ? അല്ല ആ സ്പോയിലർ ഉണ്ട് കളി ചേർത്ത്. ഇന്നലെ ഒരു ഐപാഡ് കൊടുത്തതേ ഉള്ളു മോനെ. ഇത് ഇനിയിപ്പോ ഈ ഒരു നിന്റെ ഈ ലാഗ് തീർക്കാൻ എനിക്കൊരു PC തരാന്ന് പറയണത് അത്രയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കുറച്ച് കഷ്ടപ്പാടിലൊക്കെയാണ്. ഗിവ് ഉണ്ട്. ബ്ലൈൻഡ് റബൽ ആൻഡ് TXA ഗെയിമിങ്ങിന്റെ ഒരു ഗീവ് അവേ ഉണ്ട്. ഒന്നല്ല രണ്ട്. അപ്പൊ നമ്മള് ഒരുമിച്ച് പറഞ്ഞത് നേരെ പോവാ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാ. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് തന്നെ അത് മനസ്സിലായോ? ഒന്നല്ല രണ്ട്. ടുമാറോ സ്റ്റീവ്, ബാലൻ, ഇറ്റാച്ചി, സ്നൈപ്പ്. ഓക്കെ, ഇറ്റാച്ചിയിലെ പ്രതീക്ഷ പോയി. TV-യില് ഞാൻ പറയാലോ, ഒന്നും പറയാം, ഇറ്റാച്ചിയിലെ പ്രതീക്ഷ എനിക്ക് പോയി. സ്നൈപ്പ് ഓൾറെഡി സൈഡിലായി. ഇനി ഇറ്റാച്ചി കൂടെ ഉള്ളു തുലയ്ക്കാൻ. ഫ്ലഫി ഉണ്ട്. അതെ, ഫ്ലഫി ഇവിടെ ഉണ്ടല്ലേ? നീ കയറി 6-ാമനായിട്ട് ഒരു 4-5-ാമനായിട്ട് ഒരാള് ഒരു ദിവസം ആബ്സെന്റ് ആണെങ്കിൽ കളിക്കാലോ. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്ന് എന്റെ കൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 13. വേനലവധി മാസം അത് ഓർമ്മ വെച്ച കാലം തൊട്ടു കണ്ടു വന്നൊരാൾ എന്റെ പിന്നിൽ അറിയാത്ത പോൽ തൊട്ടു. അതിന്റെ പേര് കാമം. അതിന്റെ പേര് കാമം. അതിന്റെ പേര് അതിന്റെ പേര് കാമം. എന്റെ ഒരു അണ്ണ ഇങ്ങനത്തെ റിമിക്സ് എന്തേലും ഉണ്ടാക്കണ്ട. എന്റെ പേര് ആണ്, സ്ട്രീം ചെയ്യും ഡെയിലി. ആസാനം ഇറക്കാം ഞാൻ പുള്ളിക്കാരുടെ ഭയങ്കര ഫാനാ. പക്ഷെ ഈ പാട്ട് ഭയങ്കര ശോകമായി പോയി കേട്ടോ. അത് സത്യം പറയാം, ഭയങ്കര ശോകമായി പോയി. അജിതാരൊക്കെ പുള്ളിക്കാര് പാടിയതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പ്ലേലിസ്റ്റിൽ ഇപ്പോഴുള്ള സാധനമാണ് അജിതാരൊക്കെ. എന്റെ അതിന്റെ ഭയങ്കര ഫേവറേറ്റ് സോങ്ങാ. അത് നോക്കുമ്പോ ഇത് ഭയങ്കര ഇതായിപ്പോയി. ഈ പാട്ടടാ എങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പറയാൻ ഓരോ സ്ട്രഗിൾ ഉണ്ടാവും. ആമ്പിള്ളാർക്ക് പറയാൻ എന്തോരം സ്ട്രഗിൾ ഉണ്ടാവും, ആമ്പിള്ളാർക്ക് പറയാൻ എന്തോരം സ്ട്രഗിൾ ഉണ്ടാവും. അത് ഒരുമാതിരി ഇവരിങ്ങനെ എല്ലാരും ഇക്വാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ലൈക്ക് രണ്ട് സൈഡും ഒരുപാട് ഇതുണ്ട്. ലൈക്ക് അപ്പൊ അതില് പെണ്ണിന്റെ സൈഡ് മാത്രം പറയുകയാണെന്ന് പറഞ്ഞാൽ ഓക്കെ. ബട്ട് സ്റ്റിൽ എന്ന് വെച്ചാൽ ഒരു എന്തോ എനിക്ക് കേട്ടപ്പോ തന്നെ എന്തോ ഒരു ഇതാരാണ് എടാ ഗൗരി ലക്ഷ്മി, പുള്ളിക്കാര് ഗൗരി ലക്ഷ്മി എന്നല്ലേ പേര്? അതെ അജിതാഹരെയൊക്കെ പാടിയ ഗൗരി ലക്ഷ്മി. അങ്ങനെ ചോദിക്കാം എനിക്ക് ഗൗരി ലക്ഷ്മി. അത് തന്നെ, ഇതാണ് കണ്ട ഈ അജിതാഹരെയൊക്കെ. പക്ഷെ ഒരു പാട്ടില് ഞാൻ പുള്ളിക്കാരിയെ ഓർക്കൂല എന്തായാലും. അത് ഞാൻ ഇപ്പോഴേ പറയാം. എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സിംഗറാണ്. പക്ഷെ എനിക്ക് പുള്ളിക്കാരുടെ ആ പാട്ടിനോട് താല്പര്യമില്ല. ബട്ട് ആരോ നെഞ്ചിലൊക്കെ പുള്ളിക്കാരിയെ പാടിയ ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം. അത് പുള്ളിക്കാരിയെ പാടിയ. അതിന്റെ മറ്റേ ഒരു തൂവൽ തെന്നലുമല്ലേ. അതെന്ത് രസമാണോ കേൾക്കാൻ സാധനം. വിഷയമാണ് അതിന്. എടാ കോപ്പിറൈറ്റ് ഇല്ലടാ, കിക്കില് കോപ്പിറൈറ്റ് ഒന്നും ഇല്ല. പക്ഷെ കിക്കില് പ്ലേ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ബിഗ് ബോസ് പോലത്തെ ഷോ, രണ്ട് മറ്റേ ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പ്ലേ ചെയ്യാൻ പാടില്ല. പിന്നെ അത് സിത്താരയാണോ പാടിയത്? എടാ അത് സിത്താരയാണോ പാടിയത്? അത് സിത്താരയാ പാടിയേ. ആരും സിത്താരയാണോ പാടിയത്? പാട്ട് അത് സിത്താരയാ പാടിയത്. ഏത് പാട്ട്?
അതിലേതോ ഒരെണ്ണം അല്ല ഗൗരി ലക്ഷ്മിയുടെ ഏതോ ഒരു പാട്ടുണ്ടല്ലോ, അത് സിത്താരയാണോ? കണിക്കൊന്ന അടി നിന്റെ പറത്തിലേട്ട മനസ്സിലാക്കിയതിന് അല്ലടാ, ആരോ നെഞ്ചിൽ ദാ പുള്ളിക്കാരിയാ പാടിയത്. ഇതാ കിടക്കണ. സിനിമ പാടിയത് എനിക്ക് തോന്നുന്നു അങ്ങനെ. ആരോ നെഞ്ചിൽ നോക്കിയിട്ടുള്ളല്ലോ കാര്യം. ആരോ നെഞ്ചില് ഗൗരി ലക്ഷ്മിയുടെ. നീ അങ്ങനെ അല്ലല്ലോടാ വാഴക്കുണ്ണ ഇപ്പൊ പറഞ്ഞത്. ഇത്ര നേരം നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. ഇത്ര നേരം സിംഗർ ആരാ നോക്കട്ടെ? മോർ ഗൗരി ലക്ഷ്മി അല്ലാണ്ട് വോക്കൽസ് ഗൗരി ലക്ഷ്മി. അതന്നെ നമ്മള് പറഞ്ഞു അണ്ണനെന്തോ എതിരഭിപ്രായപ്പെട്ടെന്ന്. എടാ നീയൊക്കെ വെറും വാഴക്കുണ്ണകളാണ്. നിന്റെ അടുത്തൊന്നും എനിക്ക് സംസാരിക്കാനും തർക്കിക്കാനും താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല നിന്റെ അടുത്ത് പറയാം. സിത്താരയാണ്. ഓ ആണോ? സിത്താര ആണല്ലോ. സിത്താര പെണ്ണ്. അവന്റെ തർക്കിക്കണ പിന്നെയും ചാറ്റിലിരുന്ന് എടുത്തില്ല, കാണിച്ചിട്ടുണ്ട്. ഞങ്ങള് പറഞ്ഞത് ആ പാട്ടിൽ സിത്താര യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. സിത്താര യൂസ് ചെയ്തിട്ടുണ്ടെന്നോ? ഓക്കെ ഓക്കെ. Birds flying high. You know how I feel. Sun in the sky. You know how I feel. Breeze drifting on by. You know how I feel. It's a new dawn. It's a new day. It's a new life for me. എന്റെ ആളെയോ ഡീറ്റെയിലിംഗ് നോക്കണോ ഇതിന്റെ? And I'm feeling good. വിഷയ സാധനം. Fish in the sea. You know how I feel. എടാ പൊട്ട നീയോ? കുട്ടപ്പ. ആ മാഴ്സിൽ കുട്ടപ്പൻ ചെയ്തത്. എന്റെ അമ്മോ. പഴയ PLD River running free. You know how I feel. Blossom on the tree. You know how I feel. ആ രണ്ടിന് കിടില റിഫ്ലക്ഷൻ, കിടില ക്വാളിറ്റിയും വിഷയം. സത്യം. അവൻ നൈട്രോ എടുത്തിട്ടുണ്ട് കേട്ടാ. ഈ അവസരത്തിൽ ഇത് പറയാൻ പറ്റുമെന്ന് എനിക്ക് ഒരു രക്ഷയില്ല. കുട്ടപ്പ കിട്ടില്ലേ? ഈ അവസരത്തിൽ ഇത് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ BMW എയർ റിമൂവ് ചെയ്തു. അതെന്താ വീഡിയോ MVD സീൻസ് ഭയങ്കര ഇതാണ്. വണ്ടിയുടെ മറ്റേ അവരത് ഓൾറെഡി കുറെ നമ്മുടെ ലൈവ് കാണുന്ന കുറെ നല്ല മനസ്സുള്ള ആൾക്കാർ കുറെ പേര് ഫോർവേഡ് ചെയ്തിട്ട് ഇതുപോലെ വിളിച്ചിരുന്നു. ആണല്ലേ? അത്രേ ഉള്ളൂ. നന്ദിയുണ്ട്. അണ്ണന്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ അല്ലല്ലോ. സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം മാത്രമേ ഉള്ളൂ. നന്ദിയുണ്ട്. വളരെ നന്നായിട്ട് നന്ദിയുണ്ട്. മുടിഞ്ഞു പോടാ. വേറെ റിമൂവ് ചെയ്യേണ്ട വന്നു. എയർ ആൻഡ് അലോയ്സ് റിമൂവ് ചെയ്യണ്ട. അലോയുടെ സൈസ് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അലോയും ചേഞ്ച് ചെയ്തു. അലോയുടെ സൈസും കുറച്ചു. വേറെ അലോയ്സ് ഇട്ടു. എന്ത് ചെയ്യാൻ പറ്റും? നോമ കോൺട്രവേഴ്സീസ് ഇന്ത്യ. ഇത് കഴിഞ്ഞില്ല. ഇനിയും അടുത്ത കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് എന്റെ ഗ്യാങ്ങിന്റെ പേര് TV എന്നാണ്. തിരിച്ചു ചോദിക്കാൻ ഒരു ദിവസം ഞങ്ങളെ അണ്ണന്മാരെല്ലാം വരും എന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ പുറത്ത് ആ ഗ്യാങ് നിലനിർത്തിക്കൊണ്ട് പോയത് ഒരേ ഒരുത്തനാ. ആ ഒരുത്തനുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഗ്യാങ് ഇവിടെ നിൽക്കുന്നത് പോലും. ജീവിയെ ബാബു നമ്പൂതിരി. സാലറി കിട്ടി കേട്ടാ അവന്. എടാ ഞാൻ അല്ല ഗൈസ്, നിങ്ങൾ പുതിയ ഓഡിയൻസിന്റെ അടുത്ത് ഞാൻ സീരിയസ് ആയിട്ട് പറയുക. അവന്റെ ആ സമയത്തെ ലൈവുകൾ കണ്ടു നോക്കിയാൽ മതി. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ബാബു ഉണ്ടല്ലോ, ബാബുവിനെ എടുത്തിട്ട് പട്ടിയത്തല്ല നമ്മൾ വെറുതെ വഴിയെ പോണവന്മാരൊക്കെ എടുത്തിട്ട് അടിക്കുക, ഭയങ്കരമായിട്ട് വന്ന് ഇറിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത കുറെ ടീംസ് ഉണ്ട്. നിങ്ങൾ ആ സമയത്തെ ലൈവ് കാണുമായിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ടി വിയെ ഫാൻസ് എന്നെ വന്ന് തള്ളക്കി വിളിക്കുമായിരുന്നു. ബാബുവിന്റെ ലൈവ് കണ്ടിട്ട് വിഷമം വരും,
ബ്രോ ഒന്ന് സിറ്റി കയറ് ബ്രോ. ഞാൻ മറ്റേ കോമ്പറ്റേറ്റീവ് കളിച്ചോണ്ടിരുന്ന സമയത്ത് ബ്രോ ഒന്ന് സിറ്റി കയറ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് ചീത്ത വിളിക്കുമായിരുന്നു. അറിയത്തോണ്ട് ആ സമയത്ത് ബാബു മറ്റേ അവസാനം നാട്ടുകാരായത് മൊത്തം അടി കൊണ്ടോണ്ടിരുന്നപ്പോ പിന്നെ IPL ആക്കി ബാബുവിന്റെ IPL സ്ട്രീംസ്. ജാസ്മിനാ അറിയത്തില്ല വെക്ക് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ ജാസ്മിനാന്ന് വിചാരിച്ചേണ്ട. ജാസ്മിൻ നല്ലത്. അറിയില്ല ഇൻസ്റ്റ ID അയച്ചു തരുമോ? Wildy.ftw നിന്നോട് നിന്റെ ഐഡിയ അല്ല ചോദിച്ചേ. നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. ഇവൻ കുണ്ടനാണ്, ഇവൻ ആമ്പിള്ളേരെ ഇഷ്ടം. അത് നിങ്ങളുടെ ID കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ ആമ്പിള്ളേരപ്പൊ പെമ്പിള്ളേർ ID കണ്ടുപിടിച്ച് അയക്കാന്ന് അറിയാം. ആമ്പിള്ളേരായിട്ടുള്ളത് നിങ്ങൾക്ക് പെമ്പിള്ളേരുടെ ID അറിയാന്നറിയാം. അപ്പൊ നിങ്ങൾ ഇവന് ഫോർവേഡ് ചെയ്യുമ്പോൾ ഇവൻ ആ പെണ്ണിനായിരിക്കത്തില്ല മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളില്ലേ, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുവൻ. ഹായ് ബ്രോ എന്താ ഇട്ടിരിക്കുന്നേ എന്നൊക്കെ ചോദിച്ചു ഇവ കുണ്ടനാണ്. മഹാരാജ് കോളേജിൽ സെക്കൻഡ് ഇയർ അല്ലേ നീ പഠിക്കണേ ഇപ്പൊ? അല്ല, കാർമൽ കോളേജ് ഫസ്റ്റ് ഇയർ. നിന്നെ കണ്ട ഞാൻ ഈ സീൻ മറ്റേ തിയേറ്ററിൽ കണ്ട ഞാൻ മറ്റേ രണ്ടുള്ളി മൂത്രം പോയ സീനാണിത്. ഞാൻ പെട്ടെന്ന് ഇത് പോസ്റ്റ് ചെയ്ത് മാറ്റാൻ വന്നതാ. അത് കൊള്ളാം സിനിമയിൽ ഇങ്ങനെ കടലകൾ പോലെ മയിലായി മഴ കണ്ടതുപോലെ അകമേ ഇടയും ഞാൻ അനുപദമൊരു താളം അപരാധിച്ചു വെച്ചേക്കുന്നു. അണ്ണാ ഞാൻ വരച്ചതൊന്ന് സപ്പോർട്ട് ചെയ്യൂ. എന്റെ അടുത്ത് വെച്ചല്ലേ കളിയാക്കണേ. ഓ ഇത് മറ്റേ ചെറുതിന്ന് വലുതിലോട്ട് അല്ല ചെറുതിലോട്ടാണ്. ഫേക്ക് ആണ്. എടാ അവൻ വരച്ചതാണ്. എടാ ഇവൻ ഹരീഷ്ണൻ ആർട്സ്, ഇവനെ അറിയത്തില്ല. ഇവൻ കൊറേ വരച്ചിട്ടുണ്ട്, നമ്മുടെ അതിനകത്ത് കൊണ്ടിടുന്നുണ്ട്. ഇത് നോക്ക്, ഇത് നീ വിശ്വസിക്കത്തില്ലേ? ഇത് അല്ല ഇത് സംശയമുള്ളവരുണ്ടോ ഇത് വരച്ചല്ലെന്ന്? എടാ മോനെ ഹരീഷ്ണ നാളെ ഇതിന്റെ ടൈം ലാപ്സ് ഇവിടെ നീ ഇടണം. എനിക്ക് തന്നെ വിശ്വാസമുണ്ട് ഇവിടെ ഇരിക്കുന്ന വാഴക്കുണ്ണുകൾക്കൊക്കെ മറുപടി കൊടുക്കാൻ വേണ്ടി നാളെ എനിക്ക് ഉറപ്പാണ്. അടുത്തല്ലോ നിനക്കൊന്ന് റോഡില്ലടാ. അല്ലെങ്കിൽ പിന്നെ ട്രക്ക് ഓട്ടിക്കുന്നതല്ലേ. മറ്റേ ആർക്കിന്റെ റോൾ കൊടുത്തത് അതിന് ശേഷം ഒരു മുട്ടൻ ചാടാണ്. സുനിമോൻ ആരും ഇതും പറയല്ലേ. ചെയ്യല്ലേ. ഹൃദയം കണ്ടോ മച്ചി, അതുകൊണ്ടാണ് തക്കാളി കഴിക്കുന്നത് ഹൃദയത്തിന് നല്ലത് പറയുന്നത്. അതുപോലെ ഈ ബീൻസില്ലേ അതിനകത്തുള്ളി മണിട്ട അത് വന്ന് കിഡ്നി പോലെ ഇരിക്കും. അതുകൊണ്ടാണ് പഴമക്കാര് പറയുന്നത് ബീൻസ് കഴിക്കുന്നത് കിഡ്നിക്ക് നല്ലതാണ്. ഓ അപ്പോ അത് പടവലങ്ങ ഞാൻ അമ്പതിന് ഒരെണ്ണം മേടിക്കും, പടവലെങ്കിലും തൂങ്ങട്ടെ. കിടക്ക എന്തേലും വേണ്ടേ? അതെ എന്തേലും ഒരു സാധനം അവിടെ ചന്ദ്രനാണ് ശരിക്കും കൊടുക്കേണ്ടത്. That lightning was a paid actor. Top of the world. Top of the world. I'm on top of the world. എന്ത് കേരളത്തിൽ ചെയ്യാൻ പറ്റുമെന്ന്? എന്ത് കേരളത്തിൽ ചെയ്യാൻ പറ്റത്തില്ല, MVD കൊണ്ടുപോകുന്നു. അണ്ണാ ഇത് എന്റെ ചേട്ടത്തിയാണ്, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. കവർ ഓഫ് ഡോട്ട് ഫാത്തിമ.
എടാ ഇത് വായിക്കുന്ന സാധനത്തിന്റെ പേരെന്താന്ന് പറഞ്ഞടാ വില്ലി? ഗിറ്റാറ് വീണ അല്ല സൂപ്പർ. നിനക്കത് അറിഞ്ഞൂടെ? കെവിൻ എന്താ പറഞ്ഞേ? ഒരാള് വീണാന്ന് അറിഞ്ഞൂടെ അതൊന്നും പറഞ്ഞ കെവിൻ. അതിന്റെ പേരെന്തുവാ? ഉക്കിലേലി. കെവിൻ അതിന്റെ പേരെന്തായിരുന്നു കെവിന്? നല്ല സൗണ്ട്. കിടില കേട്ടോ, നല്ല സൗണ്ട് ഫാത്തിമ. കിടില. കുക്കിരി വായിക്കുന്നുണ്ടോ? നല്ല രീതി. കുക്കരി അല്ല, മറ്റേ സാലഡ് ഉണ്ടോ? നല്ല സൗണ്ട് കേട്ടോ, നല്ല സൗണ്ട് ഫാത്തിമ. എടാ ഇൻസ്റ്റ ഐഡി വേണ്ടവന്മാർക്ക് കവർ ഓഫ് ഫാത്തിമ പോയി പാട്ട് സപ്പോർട്ട് ചെയ്യാ. അല്ലാതെ മോളു വാവേ എന്നൊന്നും പോയി ഇൻബോക്സിൽ മെസ്സേജ് അയക്കാതെ പാട്ട് സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ ഇൻസ്റ്റ ഐഡി ഇടണം. മനസ്സിലായോ? നീയൊക്കെ പോയി മറ്റേ കെയർ ഒന്നും കൊടുക്കണ്ട. നീയൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് പാട്ട് നല്ലതാന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്താൽ മതി. നേരത്തെ ടൈപ്പ് ചെയ്ത അഹമ്മദാണ് അത് ഇട്ടത്. ഇത് അഹമ്മദ് അല്ല, ഇതെന്റെ ചേട്ടത്തിയാണ്. ഓക്കെ, ചേട്ടത്തി തന്നെയല്ലേ എഴുതിയേക്കുന്നത്? അതെ. കോൾ കണ്ണമ്മ. എടാ അവനിപ്പോ വരും. ഓട്ടോ ട്യൂണോ? ഇത് ഓട്ടോ ട്യൂണോ? സ്റ്റുഡിയോ റീവേർബേ ഉള്ളൂ, ഓട്ടോ ടൂൺ കഴിവുള്ള ഒരു സപ്പോർട്ട് ചെയ്യണം. കാര്യം പറയട്ടെ, നിങ്ങളുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒന്നും പാട്ടുകാർ ഓട്ടോ ട്യൂൺ ഇടത്തില്ലെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഗൈസ്, ഓട്ടോ ട്യൂൺ എന്ന് പറഞ്ഞ ഒരു ടൂളാണ്. അത് എല്ലാവരുടെയും പാട്ടിൽ യൂസ് ചെയ്യും. അതൊരു എഡിറ്റിംഗ് ടൂളാണ്. പക്ഷേ ചിലവന്മാരുണ്ട് മറ്റേ ഓട്ടോ ട്യൂൺ മറ്റേ മാത്രം കേട്ടിട്ട് മറ്റേ പാടുന്ന ആ സാധനമൊക്കെ ഉള്ളൂ. ഓട്ടോ ട്യൂൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഈ പറയുന്ന പോലെ പിച്ച് കറക്ഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മ്യൂസിക്കൽ എഡിറ്റിംഗ് ടൂൾ മാത്രമാണത്. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ ഒരു പാട്ട് നല്ല ഭംഗിയാവും കേൾക്കാൻ. ഇങ്ങനെ അക്കൗണ്ട് ഇല്ല. അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലേ? ഇല്ല. ചങ്ങലക്കളി ഇല്ലേ? ചങ്ങലക്കളി ഉണ്ട്. എടാ ശബ്ദത്തിന് വല്ല മാറ്റം പറ്റിയോ? ഞാൻ ആ കണ്ണാപ്പി ഒന്ന് വിളിക്കട്ടെ, ഒരു മിനിറ്റ്. ചങ്ങലക്കളിക്കുള്ള ആളെ വിളിക്കട്ടെ. നല്ല മാറ്റമുണ്ട്. ആര് പറഞ്ഞു? ഇല്ലേ ഗൈസ്, മൈക്ക് മാറ്റിയതാ ഗൈസ്. എനിക്കൊരു അസുഖമില്ല, നിങ്ങൾ അങ്ങനെ പറയല്ലേ. ചാറ്റിൽ അങ്ങനെയൊക്കെ പറയണടാ. എനിക്ക് എന്താ പറ്റിയത്? ഹലോ കണ്ണാപ്പി. അവന്റെ ധൈര്യം നോക്കിയേ. മിനിമം പുരുഷൻ. ഫോൺ കട്ട്. ഹലോ കക്കുസി കയറിയില്ലടാ, കഴിവറ അവനെ. നീ വിളിച്ച് ഫോൺ കട്ടിയാണോ നീ? ബാത്റൂം എന്ത് പരിപാടി? പൊങ്ങട്ടെ. ഞാൻ പൊങ്ങട്ടെ. കുഴപ്പമില്ല, പാവല്ലേ. ഞാൻ പൊങ്ങട്ടേതാ. വീഡിയോ കൂടെ ഞാൻ പറഞ്ഞ അല്ല തെളിവ്. എന്തിനാ ഞാൻ ഇവനെ വിളിച്ച? ഇപ്പോ ഞാൻ എന്ത് കാര്യത്തിനാ ഇവനെ വിളിച്ചേ? മൂട് പോയടേ. സ്പീക്കറിന്റെ കംപ്ലൈന്റ് സൗണ്ട് വന്നായിരുന്നു ഇടക്കിടക്ക്. അതാ എന്റെ കക്കൂസി എന്നുള്ള സ്ഫോടനമാണ്, അല്ലാതെ സ്പീക്കർ പോയതല്ല. അശ്വിൻ സായി പോപ്പി മാസ്. ഇവനൊന്നും ഇപ്പോഴും വണ്ടി കിട്ടിയിട്ടില്ലേ എങ്ങൊന്നും? എടാ ഇവർക്ക് കൊച്ചുപിള്ളേരായിരിക്കും കേസിൽ ഇതൊക്കെ അല്ലേ? ഇതൊക്കെ കൊച്ചുപിള്ളേരായിരിക്കും അല്ലേ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നമ്മൾ വേറെ റാൻഡർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് സ്പാം ചെയ്യുന്നത് കൊച്ചുപിള്ളേരായിരിക്കും അല്ലേ? എനിക്ക് ഉറപ്പാണത്. സായിപ്പ് വിളിച്ചായിരുന്നു. സായിപ്പ് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ലൈവ് വരത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സായിപ്പിൻ്റെ ലൈവ് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. എൻ്റെ വീട്ടിൽ റിലേറ്റീവ്സും അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ സായിപ്പ്. അപ്പോൾ നിങ്ങൾ അവൻ്റെ ലൈവ് 2 ദിവസം കഴിഞ്ഞിട്ട് എക്സ്പെക്ട് ചെയ്താൽ മതി.
റൂമിൽ കയറൂ, നേരെ അകത്തേക്ക് പോകൂ, എന്റെ അടുത്തേക്ക് വാ, ഞാൻ ബാക്ക് നോക്കിക്കോളാം, തിരക്ക് കൂട്ടരുത്, താഴെ ഇരിക്കേ. കുനിഞ്ഞിരിക്കുന്നതാണോ ഉദ്ദേശിച്ചത്? റൂമിൽ കേറ്. ഇത് പിടിക്കൂ, വീക്ക്നെസ് ഇത് പിടിക്കൂന്ന് അടിക്കേ. അടിക്കടിക്കുന്നത് ഇത് പിടിക്കുക അടിക്കടിക്ക. ആരാ ഇതൊക്കെ വെടിവെക്കുന്നുണ്ട്. അടിപൊളി അടിപൊളി. അടിപൊളിയെന്ന് അത് ഏറ്റവും ലാസ്റ്റ് പറയണ്ടേ എന്തായാലും. അടിപൊളി. റോ വോക്കലില് മറ്റേ പരിപാടി നിങ്ങൾ ലൈവ് കാണണം ഗൈസ്. പുള്ളിയുടെ എന്ത് രസമെന്നറിയോ കേൾക്കാൻ. എന്റെ അമ്മോ, നെയിം എന്താ ബ്രോ? ബ്രോ കെവിൻ അറിയോ? കെവിൻ പറ. സൂരജ് സന്തോഷ്. ഇപ്പൊ വീണ്ടും കെവിൻ മുള്ളാൻ പോയി. കെവിനൊക്കെ തീട്ടമാണ്. അവന്റെ ഒന്നും വാക്കുകൾ കേൾക്കരുത്. സൂരജ് സന്തോഷ്. ബ്രോ. സൂരജ് സന്തോഷ് മലയാളത്തിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയതല്ലേ? അതാരാ? എനിക്കും അറിയില്ല. വാട്ട്? ഇവർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ല. എടാ കൊടാ കണ്ടമുറിയായിരുന്നു എന്റെ വിദ്യാഭ്യാസം. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളതില് ഇപ്പൊ ഈ ഇറങ്ങിയ എന്തോരം നല്ല പാട്ടുകളുണ്ട്. മറ്റേ ഇത് ഈ പാട്ട് മറ്റേ നാം ഒരു നാൾ കിനാക്കടവ്, ആ പാട്ട് കുറെ ഉണ്ട്. ഇഷ്ടം പോലെ പാട്ടുണ്ട്. പവിഴമഴ പുള്ളി അല്ലടാ പാടിയത്. ഓ പുള്ളി പാടിയത്. ഞാൻ നല്ല പാട്ടുകൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത്. ഹരിശങ്കറാണ് പവിഴമഴ പാടിയത്. വന്നോ? ഇത് അടുത്ത വൈറസായോണ്ട ഈ സാധനം എല്ലാം പറയുന്നുണ്ട്. അല്പം വെളുത്തു പോയതിന്റെ പേരിൽ ജീവിതം മുഴുവനും മൂഞ്ചിപ്പോയൊരു ജീവി. കുറച്ച് വെളുത്തു പോയതുകൊണ്ട് ജീവിതം മുഴുവൻ മൂഞ്ചിപ്പോയ ഇതുപോലൊരു ജീവി ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല. പറഞ്ഞു വരുന്നത് ജോയി എന്ന് പറഞ്ഞ ഈ ഒരു കരടിയെ കുറിച്ചാണ്. ആൽബിനിസം എന്ന് പറഞ്ഞ രോഗം ബാധിച്ച് ഈ ഒരു ബ്രൗൺ കരടിയുടെ ദേഹം മുഴുവൻ വെള്ളയായിട്ട് മാറി. അവിടെ തുടങ്ങി പുള്ളിയുടെ കഷ്ടകാലം. ആനിമൽ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷന്റെ ആൾക്കാര് വഴിതെറ്റി വന്ന ഒരു ഹിമക്കരടിയാണെന്ന് വിചാരിച്ച് ഈ ഒരു കരടിയെ ആർട്ടിക് റീജിയൻസിലേക്ക് മയക്കുവെടി വെച്ച് കൊണ്ടുപോയി വിട്ടു. അവിടെ ചെന്നിട്ട് ഫുഡ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, തന്നെക്കാളും വലിപ്പം കൂടുതലുള്ള മറ്റ് ഹിമക്കരടികളുടെ കയ്യിൽ നിന്ന് നല്ല മാന്തും കിട്ടി. തങ്ങൾക്ക് മര്യാദക്ക് ജീവിച്ചോണ്ടിരുന്ന അതിനെയൊക്കെ പിടിച്ച് അബദ്ധം മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥരെ ഇതിനെ വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വിട്ടു. എന്നാൽ ഹിമക്കരടിയാണെന്ന് കരുതി വേറൊരു ടീംസ് പോളാർ ബേഴ്സിനുള്ള ഒരു സൂവിൽ കൊണ്ടുവിട്ടു. ഈ അസുഖത്തിന്റെ കാര്യം മനസ്സിലാക്കിയ അവിടുത്തെ ഉദ്യോഗസ്ഥരെ വീണ്ടും ഇവനെ തിരിച്ചു കൊണ്ടുപോയി വിട്ടു. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കണ്ണിൽ പെടാതെ ഒളിച്ചു നടക്കുകയാണ് ഈ ഒരു പാവം കരടി. സത്യടാ, കഷ്ടല്ലേ അതിന്റെ അതിന് കണ്ടിട്ട് എങ്ങനെ ഇമക്കരടിയും തോന്നി? അല്ല അവൻ കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് കണ്ടത്. ഇമക്കരടി ഭയങ്കര വൈറ്റ് അല്ലേ? കണ്ണാപ്പേ ഓ തമാശ വേണ്ടേ അധികം? അല്ല ഇമക്കരടി എന്ന് പറഞ്ഞ കറപ്പ വെള്ളമായിരുന്നു. ഒരണ്ണനെ വിളിക്കുമ്പോ ചെയ്യേണ്ടതാണ് ഈ ചെയ്തത്. ഓ എന്തുവാടാ? She is a free trial of death but with that. Sleep is a free trial of death but with ads. ഓ ശരിയാണ്. എന്താ വെച്ചാ എടാ ഉറക്കത്തിന്റെ ആഡ് വരുന്നു. എന്ത് അത് തന്നെ
അവിടെ കെവിൻ എന്ന് പറഞ്ഞ അല്ല അത് തന്നെ പറഞ്ഞ കെവിൻ എന്ന് പറഞ്ഞേ ഉറങ്ങുമ്പോ സ്വപ്നം വരത്തില്ലേ, അതാണ് ആഡ്. മനസ്സിലായ? ഏത് നമ്മളങ്ങ് ഉറങ്ങിപ്പോയാ ചത്തു പോത്തില്ലേ? അല്ലടാ, അതല്ല ആഡ്. നേരെ തിരിച്ച്. അതായത് ഉറക്കം എന്ന് പറയുന്നത് എന്താ മരിച്ചു കഴിഞ്ഞാലുള്ളത് ആവുന്ന ആ അവസ്ഥയ്ക്ക് ഇടയിലുള്ള ഒരു ഫ്രീ ട്രയൽ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. പക്ഷെ വിത്ത് ആഡ്സ്. ആഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമാ. മനസ്സിലായോ? മരിച്ചു കഴിഞ്ഞാൽ ഫുൾ ടൈം ഉറങ്ങുമല്ലേ, സ്ലീപ്പ് എന്നല്ലേ അർത്ഥം. അതിന്റെ ഇടയ്ക്ക് ആഡ് എന്ന് പറയണത് നമ്മുടെ ജീവിതം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് കാണാൻ മരിക്കണോ? ഇറങ്ങണം ഡിസ്കോഡിൽ നിന്ന്. ബൈക്ക് അടിച്ചാ മതി തോന്നുന്നു. മൊത്തം മണ്ടന്മാര്. കെവിൻ ഈസ് റൈറ്റ് എന്നോ? എടാ അങ്ങനെയാണോ? കെവിൻ പറഞ്ഞല്ലേ കറക്റ്റ്. സ്ലീപ്പ് ഈസ് എ ഫ്രീ ട്രയൽ ഓഫ് ഡെത്ത് ബട്ട് വിത്ത് ആഡ്സ്. ശരിയാ കെവിൻ പറഞ്ഞാണ്. ശരിയാ. കെവിൻ ഈസ് റൈറ്റ്. എന്റെ മിസ്റ്റേക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ എടാ, ഞാൻ ഒറ്റ വാചകത്തിൽ ഇത് നിർത്താം. മഹേന്ദ്ര സിംഗ് ധോണിയെ കണ്ടിട്ട് വിരാട് കോഹ്ലി അല്ലെന്ന് ചോദിച്ച പുണ്ടച്ചിയുടെ വിവരത്തെയൊക്കെ കൂടുതൽ എന്തായാലും എനിക്കുണ്ട്. എനിക്ക് അതിൽ കൂടുതൽ എന്തായാലും എനിക്കുണ്ട്. അത് മതി എനിക്ക്. അതിൽ കൂടുതൽ ലൈവ് കേട്ടിട്ട് വരുമല്ലോ, അത് മതി. ബാബുവിനെ ചന്ദ്രനെ വിളിച്ചടാ. വന്നല്ല ചന്ദ്രു ഇവിടെ ഉണ്ടല്ലോ. ഹലോ ചന്ദ്രു. റീപ്ലേസിംഗ് ബാറ്ററി. ഇതെന്താ ഇടണ പ്ലേ ആവണ്ടേ? ഇവനെ അറിയത്തില്ല. ഇവനാണ് മറ്റേ പ്രോപ്പാനന്റ്. അയ്യോ ഇത് കാണണ പെടുക്കും. ഇത് കണ്ട പെടുക്കും. മിണ്ടാരി എന്റെ പിടുക്കെ പറയും. എന്തൊരു സൗണ്ട് എഫക്ട്സ് ഗെയിം ഭയങ്കര സീനാ. എന്ത് ജീവിയത് കണ്ണാത്തല്ല അത് പാതി നോക്കിയ. കണ്ണാപ്പി ഇത് മൾട്ടിപ്ലെയർ ആണോ? ഓ ഇത് മൾട്ടിപ്ലെയറാ. അടുത്ത് കളിച്ചാലോ? കറക്റ്റ്. അടുത്ത് കളിക്കട്ടെ. അടുത്ത കളിക്കാം. ഇത് മൾട്ടിപ്ലെയർ. നോ ഡബ്ഡ് സോങ്സ് ആർ വേസ്റ്റ്. കണ്ണാളെ നീ പയമ്പു തേനല്ലോ. പെണ്ണാളെ നീ കരിമ്പു ചക്കര തേനല്ലോ. കണ്ണാളെ നീ പയമ്പു മാസ്റ്റർ പീസ് ഇതൊന്നല്ല. അഴകേ നീ എന്നെ പിരിയല്ലാണ് ബെസ്റ്റ് ഡബ്ഡ്. അഴകേ. അയ്യോ അതെന്ത് കിടിലുമാണല്ലേ അത്. അതൊരു സാധനം തന്നെ. അതൊരു വിഷയം പാട്ടാണ് അത്. സ്പോട്ടിഫൈ ഫീലിംഗ് ലോ ആൻഡ് സെർച്ചിങ് ഫോർ എ മോട്ടിവേഷണൽ സോങ്. പക്ഷെ എടാ കണ്ണാപ്പി നിന്റെ മോട്ടിവേഷണൽ സോങ് ഏതാടാ? നീ ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുമ്പോ കേൾക്കുന്ന പാട്ട് ഏതാ? ഇതായിരിക്കും എന്നിലെരിഞ്ഞു തുടങ്ങിയ പിടിച്ചെത്തി കടലുകളൊക്കെ വരുന്നത് പോലെ മരവിച്ച് തുടങ്ങല്ലേ നിന്റെ കഥകിൽ മുട്ടി വിളിച്ചതുപോലെ ശകലം പതറകിലൊരു ചുവടുപെത്തിയ വാർത്തെടുത്ത് വെച്ച ആയുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും ഇന്ന് നാല് ഇരുൾ നിറഞ്ഞു തേക്കിലും ഒരു താൻ തുടങ്ങി പരാജിതനെ ആകില്ലൊരിക്കലും. അതങ്ങോട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് മറ്റേ നമുക്ക് നാളെ തന്നെ ബിസിനസ് തുടങ്ങാം. സത്യടാ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആ പാട്ട്. ഭയങ്കര മോട്ടിവേഷൻ എനിക്ക്. ഞാൻ ആ പാട്ട് എപ്പോ ഡൗൺ ആയിട്ടിരിക്കണം ഞാൻ കേൾക്കണ പാട്ട് അതാണ്. അതും മറ്റേ ആരംഭമേ ഇല്ലേ? ആരംഭമേ. അല്ലല്ല അതും പിന്നെ ഞാൻ കേൾക്കുന്ന രണം അടിപൊളിയാ. രണത്തിന്റെ ടൈറ്റിൽ ട്രാക്ക്. Spotify feeling low and searching for a motivational song. I'll play that.
തൂമഞ്ഞൽ മായല്ലേ പായ്മഞ്ഞ് വീടല്ലേ ആകാശം കാണല്ലേ ഒടുക്കം എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വാതിലോർന്നു. മുറ്റത്ത് നിറച്ച് കർണാടകക്കാര്. നീലുവേട അച്ഛൻ കർണാടകക്കാരൻ, ചേട്ടൻ കർണാടകക്കാരൻ, നീലുവേട അമ്മ കർണാടകക്കാരി, നീലുവേട അച്ഛൻ കർണാടകക്കാരൻ, അച്ഛന്റെ ഭാര്യ കർണാടകക്കാരി. കളക്ഷൻസ് അണ്ണാ കെവിന്റെ വീട്ടിൽ ഉണ്ട് ഇതിന്റെ കളക്ഷൻ. കെവിന്റെ വീട്ടിൽ ഇതിന്റെ കെവിന്റെ അച്ഛന് കളക്ഷൻ ഉണ്ട്. ഞാൻ ഈ വട്ടം ദുബായിൽ നിന്ന് വരുമ്പോ കുറച്ച് കൊണ്ടുവരും. ഓൾറെഡി ഗെയിമിംഗ് റൂമിൽ എനിക്ക് കുറച്ചുണ്ട്. ഈ വട്ടം ഞാൻ കുറച്ച് വിന്റേജ് കാർസും ഞാൻ കുറച്ച് കീട്ടിലെ റിയലിസ്റ്റിക് ടോയ്സ് ഞാൻ മേടിക്കുന്നുണ്ട്. എന്റെ അമ്മോ ഇതെനിക്ക് ഭയങ്കര ക്രൈസ് ഉള്ള കളക്ഷൻ ആണ് സത്യം പറയാലോ. I'm the one that introduced you to you right now. Oh my God. ഇവിടെ ഈ ഇതിനകത്ത് നീ ഇതിനകത്ത് ഫാത്തിനെ കണ്ടായിരുന്നു. ഭയങ്കര ബ്രൈറ്റ്നെസ് ആണ് ആൾക്ക്. ഭയങ്കര രസമായിരുന്നു കാണാൻ. എന്റെ അമ്മോ എന്ത് ആള് ഭയങ്കര ആ ആളെ നോക്കുമ്പോ തന്നെ ചില ആൾക്കാരെ കാണുമ്പോ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി വരുന്ന പറഞ്ഞില്ല. എനിക്ക് പുള്ളിയെ അന്ന് ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. എന്ത് രസമായിരുന്നു ഓറ. സത്യം ഓറ ഫീലിംഗ് ആയിരുന്നു സത്യം. നീ ആ ഗ്ലാസ് അറിയാവോ? ഫഹദിന്റെ അല്ലേ? ഫഹദിന്റെ അതിലാർക്കും സംശയം ഇവിടെ കണ്ണാപ്പി ആർക്കും സംശയമില്ല അതിന്റെ. അല്ല ഇവിടെ വേണമെങ്കിലേ അത് ഇത് ആരെ കണ്ണാടിയാണെന്ന് ചോദിച്ചാൽ മറ്റേ ഡെക്കാൻ ക്രോണിക്കൽ ബ്ലോ ഇടും, അതിന്റെ വീഡിയോ ഇടും, ചോദിച്ചിട്ടാ മതി. ഡെക്കാൻ ക്രോണിക്കൽ മറ്റേ എന്തോ മറ്റേ ക്രോമന്റല്ല ക്രോണിക്കൽ വാച്ചിന്റെ ഒക്കെ ഇത് ചെയ്യുന്ന പുള്ളിയില്ലേ ക്രോമന്റൽ. പുള്ളിയുടെ പേരെന്താ? എടാ ഡ്രീമറിനോട് വിളിച്ചാ നമുക്ക് മേളിക്കറ സമയമായി. ചങ്ങലായിട്ടുള്ള സമയമായി. ക്യാമറ സെറ്റ് ചെയ്യപ്പോഴത്തേനും ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത 4ാം ക്ലാസ്സുകാരൻ പയ്യന് വേണ്ടിയിട്ട് ചേട്ടൻ ഉണ്ടാക്കി കൊടുത്ത ഒരു ഗംഭീര വണ്ടിയാണ് കേട്ടോ. നോക്കിയേ, അതായത് ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടേതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ. ഇതൊരു ആക്റ്റീവെന്നൊരു ചെറിയ വണ്ടി ഉണ്ടാക്കിയതാണ് ഇവനെ വിളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഈ ബോഡി ഇങ്ങനെ നമ്മൾ ചെയ്തപ്പോ ശരിക്കും ഇതിന്റെ എനിക്ക് ഇങ്ങനെ ഒരു ചേട്ടൻ ഇല്ലാതായി പോയല്ലോടാ. എനിക്കൊരു ചേട്ടനുണ്ട് കഴിവേറി. സാധാ ടാങ്കിലേക്ക് ബാക്കി കുറെ കട്ട് ചെയ്ത് വേറെ ആക്ടിയുടെ വാട്സപ്പ് വെച്ച് ചെയ്തേക്കണെയാണ്. അതായത് വെൽഡ് ചെയ്ത് പോലെ ഒരു മോഡൽ ഉണ്ടാക്കിയതാണ്. എത്ര സമയം എടുത്തത് ചെയ്യാനായിട്ട്? 2 മാസം സമയം എടുത്തിട്ട് അങ്ങനെ ചെയ്തു അല്ലേ. എന്തായാലും ഗംഭീര കാഴ്ചയായിട്ടുണ്ട്. ഇതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? വേറെന്തിട്ട് ചെയ്യുന്നത്? അതുപോലെ വേറെ ചെയ്യും. എനിക്ക് ചേട്ടനല്ല ചേട്ടന്റെ സ്ഥാനത്ത് ഒരാളുണ്ട്. CM അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ. ഡെയിലി പരിവാഹനിൽ നിന്ന് മേടിച്ചു തരാന്നല്ലാതെ ഇങ്ങോട്ട് എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശ് പോകുന്നതല്ലാതെ ഇങ്ങോട്ട് ഒരു ഗുണമുള്ള കാര്യം ചെയ്യാൻ ഇല്ല. ആരാടാ? പറ. ഇന്നലെ നല്ലൊരു ഫീൽ ഗുഡ് പാട്ട് കേട്ടോണ്ടിരിക്കുക. ഇതുപോലെ ചാടി വന്നിട്ട് മരുഭൂവിൽ മലപാതകൾ പാടുന്നല്ലേ? നിർബന്ധിക്കല്ലേ ബ്രോ. ഞാൻ അങ്ങനെ ഗായകനല്ല. എനിക്കങ്ങനെ എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല. എന്റെ ആ ഒരു കഴിവ് എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. ബാക്കിയുടെ പാടാ. പാട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ലൈവില് ഇത് ഡെസ്ക്ടോപ്പ് ബോഡി ഓൺ ആക്കണം. അതുകൊണ്ടാ പാട്ട് പാടാ. ചന്ദ്ര പാടുവോ? Will you drop Rohit Sharma from T20 internationals? Will you drop Rohit Sharma? എനിക്ക് നല്ല പ്രായമായടാ ഇതൊക്കെ.
സങ്കടം വന്നു, സത്യം പറയാലോ. പഴയ ആരും ഇല്ലേ? ആരുമില്ല. 110 സിംബാബ്വെക്കെതിരെ ഓൾ ഔട്ട്. ഓർക്കാൻ പോലും വയ്യ. സമയം പോണ പോക്കേ. മണ്ടൻ നിങ്ങളുടെ പേര് അതെ എന്റെ പ്രൊഫൈലിൽ എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടോ? നിങ്ങൾ സെലിബ്രിറ്റി പേഴ്സണൽ ട്രെയിനർ, വെയിറ്റ്, ഇന്റർനാഷണൽ ബോഡി ബിൽഡർ, മദർ തെരേസ അവാർഡ് ഹോൾഡർ. ഒന്നും വേണ്ട. ഒരു സെലിബ്രിറ്റീസിനെ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് വരെ ഒരേ പേരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മണ്ടനായിട്ടല്ല, നിങ്ങളോടൊക്കെ കളിക്കാനുള്ള നല്ല തലയുണ്ടിട്ട് തന്നെ വന്നത്. എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാനാണ് ഇഷ്ടം. അതാണ് എൻ്റെ ഗെയിം. ബാക്കിയുള്ളവരൊക്കെ ഞാൻ പിന്നെയും പറയും, ഈ സാധനത്തിനെ കണ്ടോ, എന്തേലും കഴിവുണ്ടോ പുള്ളിക്ക്? അത്ര അച്ചീവ്മെന്റ് എങ്കിലും ഉണ്ട്, എന്തെങ്കിലും കഴിവുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കി എല്ലാവരും പിന്നെയും പറയാം. അറ്റ്ലീസ്റ്റ് ജാസ്മിൻ പറയാം, നല്ലൊരു സക്സസ്ഫുൾ യൂട്യൂബർ ആണ്, ഇതൊക്കെയാണ്. പക്ഷെ പുള്ളിക്കാരി എല്ലാവരും ഭയങ്കര പുച്ഛമാണ്. ഒരു കാര്യം റെസ്പെക്ട് ചെയ്യൂല. എനിക്കതൊരു ഭയങ്കര ഇതാണ്. അടുത്തോട്ട് അണ്ണനെ വിളിച്ചാ പോവാ ബിഗ് ജോസ്. GTA 6 2 മാസം മുമ്പ് ട്രെയിലർ ഇറങ്ങിയായിരുന്ന? അത് ഒഫീഷ്യൽ അല്ലല്ലോ. അല്ല, ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയായിരുന്നു. പക്ഷെ അണ്ണാ 2 മാസം അല്ലാതെ ഇറങ്ങിയിട്ട് 7 മാസമായി. ടൈം പോണതാണ്ടാ? 7 മാസോ? ഓ, നല്ല വയസ്സായി. എത്രടാ ഇവര്? ബ്രോ പുള്ളിക്കാരി PT ടീച്ചർ അല്ലേ ബ്രോ? അതുകൊണ്ടല്ല പറഞ്ഞേ ബ്രോ. അതിനകത്ത് കേട്ടോ, ഒരാൾക്കാർ ഓരോന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പുച്ഛിച്ച് താറ്റും. അതിനോട് എനിക്ക് താല്പര്യമില്ല. ഒരു പുള്ളി ജിൻഡോ ആയാലും ജിൻഡോ മാത്രമല്ല കുറേ പേരുടെ ഇന്നത്തെ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരാണെങ്കിലും പുള്ളിക്കാരൻ്റെ അച്ചീവ്മെന്റ്സാണ് പറയണം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പുള്ളിയുടെ പേഴ്സണൽ യഥാർത്ഥത്തിൽ നടത്താനല്ലേ പറയണേ, വെറുതെ തെള്ളുമല്ലല്ലോ. പുള്ളിയുടെ അതെ. ഇപ്പൊ ഞാൻ പറയാം, സനയെ കാണാൻ പോയ കഥ പറയുവാണെങ്കിൽ മറ്റേ അടിച്ചവന്റെ മോന്ത പറ്റിച്ചോ, കുഴപ്പമില്ല. മറ്റേ എടാ അതൊക്കെ സത്യമാണ് കേട്ടോ, അതൊക്കെ സത്യമാണ് പുള്ളി പറഞ്ഞേ. സനയെ കാണാൻ പോയ കഥ പറഞ്ഞാൽ ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ പുള്ളിയുടെ പേഴ്സണൽ യഥാർത്ഥത്തിലുള്ള അച്ചീവ്മെന്റ്സ്, അത് പറയുമ്പോൾ കളിയാക്കണതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അല്ലെ ഒന്നും വേണ്ട, റെസ്പെക്ട് ചെയ്യണ്ട, അറ്റ്ലീസ്റ്റ് കേട്ടിരിക്കാലോ. ഓക്കെ ഞാൻ എന്താ ഓക്കെ പുള്ളി അതാണ്, ഓക്കെ ശരി പുള്ളി അതാണ്, കേട്ടിരിക്കാലോ, കളിയാക്കണ്ട. അതേ പറയൂ. നീ ആലോചിക്കേ, 2024 ഇങ്ങനൊരു ഫ്രെയിം വന്നാലുള്ള അവസ്ഥ. ആലോചിക്കാൻ പോലും വയ്യ, ആലോചിക്കാൻ പോലും അല്ലേ. എന്റെ അമ്മോ, അതെന്ത് സാധനമായിരിക്കും അത്. ഫ്രെയിമിലോട്ട് നോക്കിക്കാൻ തന്നെ പേടിയോ പണ്ട. ഒന്നാമത്തെ കാര്യം, ജയിലറില് പുള്ളിക്ക് ആക്ഷൻ സീൻസേ ഇല്ല, നീ വലുതായിട്ട് കണ്ടല്ലോ. പക്ഷെ പുള്ളി ഫ്രെയിമിൽ നടന്നു വരുമ്പോ തന്നെ സ്ക്രീൻ നിറയും. നമ്മൾ മറ്റേ ഇങ്ങനെ നോക്കിയിരിക്കും, ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും മറ്റേ ആ സീനൊക്കെ. എന്റെ അമ്മോ. എടാ റെഡിയായോ? താഴെ റെഡിയായോന്ന് ചോദിച്ചടാ, ഒന്ന് ചോദിച്ചിട്ട് പറഞ്ഞടാ. സമയം എത്രയായി? 10:30 ആയല്ലേ? നമുക്കത് ഇന്ന് കുറച്ച് അധികം തീർക്കാനുണ്ട്. ഇന്ന് മിനിമം നമ്മള് ഗൈസ് ഇന്ന് എത്ര മീറ്ററിൽ നിർത്തണം? അവരെല്ലാം ഇട്ടോണ്ടിരിക്കുവാണ് അങ്ങോട്ട്. എത്രയാണ്? 700 ആയില്ലേ? എത്രയായി ഇപ്പൊ? ഞങ്ങൾ 700 2000 അല്ല 1700 അല്ലെങ്കിൽ 1000 മീറ്ററോ? ഇന്നൊരു 1000 1300 1500 1200 എങ്കിലും അടിക്കണം. ഇന്ന് 1500 എങ്കിലും അടിക്കണം. പക്ഷെ നിങ്ങൾ 3 ദിവസം നല്ല രീതി പ്രോ ആയിട്ടാ. I love you but as a friend. Explain. Hotspot connected. No internet. സത്യം. ബാബുവിന്റെ എത്ര
അണ്ണാ ഇന്നൊരു ചാലഞ്ച് നോക്കണ്ട. ഇന്നെത്ര ഇന്ന് 1000 എന്നിട്ട് നീ മറ്റേ 1200 സെറ്റ് 1200 റൗണ്ട് ഫിഗർ 1250 ഇരിക്കട്ടെ.